ഓക്കെ, ദ ബുക്ക് ഓഫ് നേച്ചർ. അപ്പോൾ ഇത് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് നോക്കാം. Letters from a father to his daughter is a collection of letters written by Jawaharlal Nehru to his 12-year-old daughter Indira in the summer of 1920. അപ്പോൾ 1928 ജവഹർലാൽ നെഹ്റു സ്വന്തം മോള ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്താണ്, അല്ലെ കത്തുകളാണ് ഇതിൽ നമ്മളിവിടെ നോക്കുന്നത്. ലെറ്റേഴ്സ് ഫ്രം എ ഡോട്ടർ ടു ഹിസ് ഫാദർ ടു ഹിസ് ഡോട്ടർ, അതായത് അച്ഛനിൽ നിന്ന് മകളിലേക്കുള്ള കത്തുകൾ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് ആണ്. അതായത് കുറെ കത്തുകൾ ചേർന്ന ഒന്നാണ്. അത് ആരെഴുതിയത്? ജവഹർലാൽ നെഹ്റു ടു ഇന്ദിര. അത് 1928 ഒരു സമ്മറിൽ എഴുതിയ കുറച്ച് കത്തുകൾ. അറ്റ് ദാറ്റ് ടൈം നെഹ്റു വാസ് ഇൻ അലഹബാദ് ആൻഡ് ഇന്ദിര വാസ് ഇൻ മുസോറി. അപ്പോൾ ആ സമയത്താണെങ്കിൽ നെഹ്റു ആണെങ്കിൽ അലഹബാദിലും ഇന്ദിരയാണെങ്കിൽ മുസോറിയിലും ആയിരുന്നു. Nehru used to write letters from time to time to Indira. അതായത് നെഹ്റു ഇടയ്ക്കിടയ്ക്ക് തന്നെ എപ്പോഴും കത്തുകൾ ധാരാളമായിട്ട് എഴുതുമായിരുന്നു. ദ ബുക്ക് ഓഫ് നേച്ചർ ഈസ് വൺ ഓഫ് ദോസ് ലെറ്റേഴ്സ്. അപ്പൊ ആ ലെറ്ററുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന നമുക്ക് ഈ പഠിക്കാൻ തന്നിട്ടുള്ള ഈ ഒരു പാഠം. നോക്കാമല്ലോ എല്ലാവരും. ആ വീഡിയോസ് ഒന്ന് ഓണാക്കി വെക്കണേ. കുറച്ച് പേരല്ലേ ഉള്ളൂ നിങ്ങള്. അഭിജിത്ത്, നിനക്കവിടെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല, അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് ഓണാക്കി വെക്കാം. ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ പുസ്തകം. When you and I are together, you often ask me questions about many things and I try to answer them. ഞാനും നീയും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നീ എന്നോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഞാൻ അതിന് ഉത്തരങ്ങൾ നൽകാനും ശ്രമിക്കാറുണ്ടായിരുന്നു. Now that you are at Missouri and I am in Allahabad, we cannot have these talks. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ ഞാനാണെങ്കിൽ ഇങ്ങ് അലഹബാദിലും നീ ആണെങ്കിൽ ഇവിടെ മിസോറിയിലുമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. I am therefore going to write to you from time to time short accounts of the story of our earth. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നിനക്ക് ഓരോ കുറെ കത്തുകൾ ഞാൻ എഴുതാൻ പോകുന്നു. നമ്മുടെ എർത്തിന്റെ സ്റ്റോറിയെ പറ്റി ഓരോ കുഞ്ഞു കത്തുകൾ ഞാൻ നിനക്ക് എഴുതാൻ പോവുകയാണ്. I am afraid I can only tell you very little in these letters of mine. ഈ ലെറ്ററിൽ കൂടെ എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിനക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കത്തുള്ളൂ. But that little I hope will interest you and make you think of the world as a whole and of other peoples in it as our brothers and sisters. അതായത് അപ്പോൾ എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കത്തിലൂടെ നിനക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പക്ഷേ ആ കുറച്ച് എന്നുള്ളതിലും നിനക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ നിനക്ക് എഴുതാൻ പോകുന്നത് ഈ ലോകത്തെക്കുറിച്ചും അവിടെയുള്ള ജനങ്ങളെക്കുറിച്ചും, അതായത് നമ്മുടെ സഹോദരന്മാർ, ഈ ജനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹോദരന്മാരെ കുറിച്ചാണ് ഞാൻ ഇതിലൂടെ നിനക്ക് എഴുതാൻ പോകുന്നത്. When you grow up, you will read about the story of the earth and her peoples in fat books. നീ വളരുമ്പോൾ, ഇപ്പോൾ ഇന്നലേക്ക് 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ നീ വളർന്ന് വലുതാവുന്ന സമയത്ത് നിനക്ക് വലിയ തടിയൻ ബുക്കുകൾ തോറും നിനക്ക് പഠിക്കാനായിട്ട് കാണും. ഈ എർത്തിനെ കുറിച്ചും ഈ ജനങ്ങളെ കുറിച്ചും എല്ലാം വലിയ വലിയ ബുക്കുകളിൽ നിനക്ക് ധാരാളമായിട്ട് പഠിക്കാനുണ്ടാവും. You will find it more interesting than any other story or novel that you may have read. അപ്പോൾ നിനക്ക് ഈ വായിക്കുന്നതും എല്ലാം ഈ
ബാക്കിയുള്ളതിനേക്കാളും എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും നിനക്ക്. ഞാൻ ഈ അയക്കുന്നതും അതുപോലെ തന്നെ നിനക്കത് പിന്നീട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അത് നിനക്ക് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ട് തോന്നും. അത്രയും അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, you read history in books. ഈ ഹിസ്റ്ററി അതില് വായിക്കും. But in all times when men did not exist, surely no books could have been written. അപ്പോ ആദ്യകാലത്ത് ഭൂമി ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് മനുഷ്യർ ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് ബുക്സുകൾ ഉറപ്പായിട്ടും എഴുതിയിട്ടുണ്ടാവത്തില്ല. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ? എങ്ങനെയായിരിക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് അത് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ അത് കണ്ടുപിടിക്കാൻ സാധിക്കും? വി കനോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ്. നമുക്ക് വെറുതെ ഇരുന്ന് നമുക്കെല്ലാം ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്, for we could imagine anything we wanted to and would thus make up the most beautiful fairy tales. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ ആലോചിക്കാം. അതിൽ നിന്ന് പല കഥകളും കുഞ്ഞു കുഞ്ഞു കഥകളും എല്ലാം നമുക്ക് അതിൽ നിന്ന് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. But this need not be true, as it would not be based on any facts that we haven't seen. അപ്പോൾ അത് ചിലപ്പോൾ ഒട്ടും സത്യസന്ധമായിരിക്കത്തില്ല, കാരണം അതിന് തെളിവുകളില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു തെളിവ് അല്ലെങ്കിൽ ഫാക്ട്സ് ആ ഒരു യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ നിന്നും ചിലപ്പോൾ തെറ്റായിട്ടുള്ള ധാരണയായിരിക്കാം നമുക്ക് ഉണ്ടായിരിക്കുക. But although we have no books written in those far off days, fortunately we have something which tell us a great deal as well, almost as a book would. അപ്പോ ഇവിടെ പറയുന്നത് ആ സമയത്ത് ബുക്കുകളൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അതായത് അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഇപ്പോ 2000 വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് അതിന് മുമ്പുള്ള കാര്യങ്ങൾ വരെ അറിയാം, അല്ലെങ്കിൽ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് അറിയാം. പക്ഷെ അതിനു മുമ്പും ലോകം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ആ സമയത്ത് മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ അവര് പിന്നീട് അല്ലെങ്കിൽ മനുഷ്യരില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഫോം ചെയ്തു, അങ്ങനെ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത, ഇപ്പൊ സയൻസ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അറിഞ്ഞുകൂടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ട്. We have rocks and mountains and seas and stars and rivers and deserts and fossils of all animals. അപ്പോൾ നമുക്കിപ്പോ റോക്സ് കല്ലുകളുണ്ട്, മൗണ്ടൻ മലകൾ, സീസ് ആൻഡ് സ്റ്റാർസ്, അതുപോലെ കടല്, പിന്നെ സ്റ്റാർസ്, റിവർ, ഡെസേർട്ട്, പിന്നെ ഫോസിൽസ് ഓഫ് ഓൾഡ് അനിമൽസ്, അത് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ദിനോസർ പോലുള്ള പണ്ടത്തെ കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ മരിച്ച അതിന്റെ അസ്ഥികൾ, അല്ലെങ്കിൽ ഭൂമിയുടെ പല ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളതാണ്. ഇതേപോലെ പല അനിമൽസിന്റെയൊക്കെ ഫോസിൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും പഴയ ദിനോസറിന്റെ ഒരു കാൽപ്പാട് കണ്ടുപിടിച്ചു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ലൈക്ക് 2-3 days ബിഫോർ അതായത് ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വി ഹാവ് റോക്സ് ആൻഡ് മൗണ്ടൻസ് ആൻഡ് സീസ് ആൻഡ് സ്റ്റാർസ് ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്സ് ആൻഡ് ഫോസിൽ ഓഫ് ഓൾഡ് അനിമൽ. അല്ല, നമുക്കാണെങ്കിൽ പാറകളെ പറ്റി അറിയാം, മൗണ്ടനെ പറ്റി അറിയാം, കടല്, നക്ഷത്രങ്ങൾ, പുഴ, ഡെസേർട്ട്, ഇതിനെല്ലാം കുറിച്ച് അറിയാം. അതിനോടൊപ്പം നമ്മൾ ഫോസിൽസ് ഓഫ് ഓൾഡ് അനിമൽസ്, അതായത് പഴയ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കുന്ന ലൈക്ക് ദിനോസറിന്റെയൊക്കെ ഫോസിൽ, അതായത് അസ്ഥികളൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്നും പല ഇതിൽ നിന്നും കണ്ടുപിടിച്ചതായിട്ട് പറയപ്പെടുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2-3 days ബിഫോർ ഐ ഹാവ് റെഡ് വൺ ന്യൂസ് പേപ്പർ ഓർ സംതിങ്. അപ്പൊ അതില് പറയുന്നത് ഒരു പാറയില് ഒരു ദിനോസറിന്റെ കാൽപ്പാടുകൾ കണ്ടു. അപ്പൊ ആ കാൽപ്പാട് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ ദിനോസറിന്റെ കാൽപ്പാടുകളായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഇന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക. സോ ദീസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ്
are our books for the Earth's early story. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എർത്തിന്റെ ഏർലി സ്റ്റോറിയെ അല്ലെങ്കിൽ എർത്തിന്റെ ഏർലി സ്റ്റോറിയെ പറയുന്ന രീതിയിൽ പല ബുക്കുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. And the real way to understand this story is not merely to read about it in other people's books, but it go to the great book of nature itself. പക്ഷെ ഇതെല്ലാം എന്ന് പറയുന്നത് ഈ പല ബുക്കുകളിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം മറ്റുള്ളവരുടെ ബുക്ക് വായിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പ്രകൃതിയുടെ ബുക്കിനെ വായിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രകൃതിയുടെ ബുക്ക് എന്നിവിടെ പറയുന്നത് എന്തായിരിക്കും? പ്രകൃതിയുടെ ബുക്ക് വായിക്കുക എന്ന് പറയുന്നു. അതെന്തായിരിക്കും പ്രകൃതിയുടെ ബുക്ക് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്? പ്രകൃതിയെ പറ്റി എഴുതിയിരിക്കുന്ന ബുക്കായിരിക്കും. പ്രകൃതിയെ പറ്റി എഴുതിയിരിക്കുന്ന ആരെഴുതിയിരിക്കുന്ന ബുക്ക്? ജവഹർലാൽ നെഹ്റു. പുള്ളിക്കാരൻ എഴുതിയിട്ടില്ല. പുള്ളിക്കാരൻ അതായത് ഇത് ഈ പ്രകൃതിയെ പറ്റിയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ജോഗ്രഫിക്കൽ നോളജ് വേണം. ആ ജോഗ്രഫി അറിയാന്നുള്ളവർക്കേ പറ്റത്തുള്ളൂ. അല്ലാതെ അപ്പോൾ പക്ഷെ ഇവിടെ പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ബുക്ക് വായിക്കുന്നതിനേക്കാളും നല്ലത് നോട്ട് മിയർലി ടു റീഡ്, വെറുതെ നമ്മൾ മറ്റുള്ളവർ, അതായത് മറ്റുള്ള ആരെങ്കിലും എഴുതിയിട്ടുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത്, മറ്റുള്ള ആരെങ്കിലും പ്രകൃതിയെ പറ്റി എഴുതിയിരിക്കുന്നത് വായിക്കുന്നതിനേക്കാൾ നല്ലത് ബട്ട് ടു ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ്സെൽഫ്. നമ്മൾ നേച്ചർ ആവുന്ന പുസ്തകത്തെ വായിക്കണം. നേച്ചർ എന്ന പുസ്തകത്തെ വായിക്കണം, അല്ലെ വായിക്കണം, അല്ലെ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ മീനിങ് എന്താ? എന്തായിരിക്കും നെഹ്റു ഉദ്ദേശിച്ചത്? സാർ, നമ്മൾ ബുക്കുകൾ വായിക്കാതെ നമ്മൾ പ്രകൃതി ആദ്യം അറിയിക്കാന്നല്ലേ? എക്സാക്ട്ലി. അതായത് നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കുക. വി ഷുഡ് നോ അവർ സറൗണ്ടിങ്സ്, വി ഷുഡ് നോ അവർ നേച്ചർ. നമ്മൾ പ്രകൃതിയായിട്ട് ജീവിക്കുക, അതിനെ കൂടുതൽ മനസ്സിലാക്കുക, അതിന് കൂടുതൽ അറിയാനുള്ള ഒരു ആകാംക്ഷ അവിടെ ഉണ്ടാക്കുക. അതാണ് നമ്മുടെ നെഹ്റു പറഞ്ഞത്. അല്ലാതെ ബുക്ക് വായിക്കുന്നതിനേക്കാളും നല്ലത് നേച്ചർ ആകുന്ന ബുക്ക്, അതായത് നേച്ചർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ബുക്ക് തന്നെയാണ്. അപ്പോൾ നേച്ചർ ആകുന്ന ആ ഒരു വലിയൊരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു കാര്യം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, അത് നേച്ചറിനെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. എല്ലാവർക്കും അതുവരെയുള്ളത് മനസ്സിലായോ? ബാക്കിയുള്ളവര് You will, I hope, soon begin to learn how to read the story from the rocks and mountains. ഉറപ്പായും നീ ഉടനെ തന്നെ ഈ ബുക്ക്, അതായത് മൗണ്ടൻസിലെന്നും എല്ലാത്തിലെന്നും ഉള്ള ആ ഒരു കഥ, അല്ലെങ്കിൽ ഈ നാച്ചുറൽ നിന്ന് തന്നെ ഈ സ്റ്റോറീസ് ഒക്കെ വായിക്കാൻ തുടങ്ങും. അതായത് പ്രകൃതിയിൽ നിന്ന് തന്നെ അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രമാത്രം ഇത് നല്ല രസമുള്ള ഒരു കാര്യം, ഫാസിനേറ്റിംഗ് അല്ലെ? അതായത് ഏറ്റവും ഒരു മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. Every little stone that you see lying on the road or on the mountain side may be a little page in nature's book and may be able to tell you something if you only knew how to read it. അപ്പോൾ ഇവിടെ പറയുന്നത് ഓരോ മൗണ്ടൻസിന്റെ കീഴിൽ കിടക്കുന്ന കല്ലുകൾക്കും, അല്ലെങ്കിൽ ഓരോ കുഞ്ഞു കല്ലുകൾക്കും, അല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ കിടക്കുന്ന ഓരോ കല്ലുകളും ഈ ബുക്കിന്റെ ഓരോ പേജുകളാണ്. അല്ല, ഈ നേച്ചർ ആകുന്ന ഈ ഒരു ബുക്കിന്റെ ഒരു പേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പേജുകളായിരിക്കും ഈ കല്ലുകൾ. ആ കല്ലുകൾക്ക് ധാരാളം കാര്യങ്ങൾ നമ്മളോട് പറയാനായിട്ടുണ്ടാവും, കുറെ കഥകൾ നമ്മളോട് പറയാനുണ്ടാവും. ആ കഥകൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയെ വായിക്കാൻ അറിഞ്ഞിരിക്കണം.
നമ്മൾ പ്രകൃതിയെ വായിക്കാൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഉറപ്പായിട്ട് ഈ കഥ അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. To be able to read any language, Hindi or Urdu or English, you have to learn its alphabet. നിങ്ങൾക്കൊരു ലാംഗ്വേജ് പഠിക്കണമെന്ന് വെക്കുക, ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്, അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജ് പഠിക്കണമെന്ന് വെക്കുക. അങ്ങനെ പഠിക്കണമെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് പഠിക്കണം. ഇപ്പം മലയാളം ആയാലും നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ട് വാക്കുകൾ പഠിക്കുന്നതിന് മുമ്പ് അക്ഷരമല്ലേ പഠിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിൽ പഠിച്ചിട്ടുള്ളത് ഇത് വാക്കുകൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ABCD EFG, അതായത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് ആയിരിക്കും പഠിക്കുക. അപ്പൊ അതുപോലെ നാച്ചുറിന്റെ ആൽഫബറ്റ്സും പഠിക്കണം എന്നാണ് പറയുന്നത്. സോ ഓൾസോ you must learn the alphabet of nature before you can read her story in her books of stone and rock. അപ്പോൾ ഈ സ്റ്റോണിന്റെയും റോക്കിന്റെയും ഒക്കെ ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ അതിന്റെ ബേസിക് ആയ ആൽഫബറ്റ്സ് പഠിക്കണം. അപ്പോൾ even now perhaps you know a little how to read this. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ നാച്ചുറിന്റെ ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഇപ്പോൾ ചെടികൾ, മരങ്ങൾ, ഇതിനെ നശിപ്പിക്കാതിരിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്രകൃതിയെ അത്രയ്ക്ക് സ്നേഹിക്കുക. അങ്ങനെ ഓരോ കുഞ്ഞു കാര്യത്തിനും പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈവൻ നൗ പെർഹാപ്സ് യു നോ എ ലിറ്റിൽ ഹൗ ടു റീഡ് ദിസ്. അപ്പോൾ ഇപ്പോൾ നിനക്ക് കുറച്ചെങ്കിലും അറിയായിരിക്കും എങ്ങനെ ഇത് വായിക്കണം എന്ന്. ഇഫ് യു സീ എ ലിറ്റിൽ റൗണ്ട് ഷൈനി പെബിൾ, ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സംതിങ്? ഓക്കെ, അടുത്ത പറയാണ്, ഇഫ് യു സീ എ ലിറ്റിൽ റൗണ്ട് ഷൈനി പെബിൾ, അതായത് നമ്മുടെ ഈ വെള്ളാരക്കല്ലുകളുണ്ടല്ലോ, അതായത് നല്ല റൗണ്ട് ഷേപ്പിലും അല്ലെങ്കിൽ പല പല ഷേപ്പില്, ഇത് ഒട്ടും അറ്റം കൂർത്തതല്ലാത്ത ഈ വെള്ളക്കല്ലുകളൊക്കെ നമ്മുടെ അരുവിയിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ? അപ്പോൾ ആ കല്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ, ആ റൗണ്ട് കല്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഡസ് ഇറ്റ് നോട്ട് ടെൽ യു സംതിങ്? അത് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയില്ലേ? How did it get round and smooth and shiny without any corners or rough edges? ഇതിനെങ്ങനെയായിരിക്കും ആ റൗണ്ട് സ്മൂത്ത് ഷൈനി ഷേപ്പ് ഉണ്ടായിരിക്കുക? അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഉണ്ടായത്? വിത്തൗട്ട് കോർണേഴ്സ് ആൻഡ് റഫ് എഡ്ജസ്. അതിനാണെങ്കിൽ കൂർത്ത ഒരു ഭാഗമില്ല, അല്ലെങ്കിൽ ഒരു മൂർച്ചയുള്ള ഒരു ഭാഗമില്ല, ഒരു പോയിന്റ് ആയിട്ടൊരു ഭാഗമില്ല. അങ്ങനെ ആ ഭാഗം ഇല്ലാതെ ഇതിന് എങ്ങനെയായിരിക്കും ആ ഒരു സ്മൂത്ത് ഷേപ്പ് ഉണ്ടായിരിക്കുക? എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? ഞാൻ പറയാം. പറയാം. ഇത് ഓരോ അരുവികളോട് ഒഴുകി അവസാനം അത് കടലിലെത്തി. അത്രയും ദൂരം അത് അലയടിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഷേപ്പുകള് മാറി വരുന്നു. എക്സാക്ട്ലി അത് തന്നെയാണ്. അപ്പൊ അതിന് അത്രയും ടൈം എടുക്കും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ഗൗരി പറഞ്ഞത് ശരി തന്നെയാണ്, കറക്റ്റ്. ഓക്കെ, ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്ക് ഇൻ ടു സ്മോൾ ബിറ്റ്സ്, ഈച്ച് ബിറ്റ് ഈസ് റഫ് ആൻഡ് ഹാസ് കോർണേഴ്സ് ആൻഡ് റഫ് എഡ്ജസ്. ഒരു വലിയ പാറയെ നമ്മൾ ഇങ്ങനെ കുഞ്ഞായിട്ടൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇങ്ങനെ പല കൂർത്ത ഭാഗമുള്ളതും, അല്ലെങ്കിൽ റഫ് എഡ്ജസ്, ഒരു കാണാൻ പോലും ഒരു ഇതില്ല, അല്ലെങ്കിൽ അതിൽ കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയൊക്കെ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. ആ രീതിയിലായിരിക്കും നമുക്ക് ആ കല്ലും എല്ലാം കിട്ടുക. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. അതൊരിക്കലും ഒരു റൗണ്ട് പെബിളിനെ പോലെ, അല്ലെ ഒരു വെള്ളാര കല്ലിനെ പോലെ, അല്ലെ ആ റൗണ്ട് ഷേപ്പിലോ ഒന്നും ആയിരിക്കത്തില്ല. ഹൗ ദെൻ ഡിഡ് ദ പെബിൾ ബിക്കം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? എങ്ങനെയായിരിക്കും അപ്പോൾ ആ പെബിൾ ഒരു ഷൈനി അല്ലെങ്കിൽ സ്മൂത്തും ഷൈനിയും ആയിട്ട് ആവുന്നത്? It will tell you its story if you have good eyes to see and ears to hear it. നിനക്കിപ്പോ ആ സ്റ്റോറിക്ക് അതിന്റെ ഒരു സ്റ്റോറി പറയാൻ പറ്റും, നിനക്ക് അത് കേൾക്കാൻ സാധിക്കുമെങ്കിൽ. It tells you that once upon a time it may be a long ago. അപ്പോൾ ഇത് പറയുന്നത് പണ്ട് അല്ലെങ്കിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു വലിയ കല്ല്, ചിലപ്പോ
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. ഇറ്റ് വാസ് എ ബിറ്റ് ഓഫ് റോക്ക്. ഒരു കുഞ്ഞു കല്ലിന്റെ അല്ലെങ്കിൽ ഒരു വലിയ പാറയുടെ ഒരു കുഞ്ഞു പീസ് ആയിരിക്കും അത്. ജസ്റ്റ് ലൈക്ക് ദ ബിറ്റ് യു മേ ബ്രേക്ക് ഫ്രം എ ബിഗ് റോക്ക് ഓർ സ്റ്റോൺ വിത്ത് പ്ലെന്റി ഓഫ് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. അപ്പോൾ നമ്മളൊരു കല്ല് പൊളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കല്ലുകൾ എന്തെങ്കിലും പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു ഒരു ഷേപ്പ്ലെസ് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് ഒന്നും അല്ലാതെ പല എഡ്ജസും കോർണേഴ്സും എല്ലാം ഉള്ള ഒരു കുഞ്ഞ് കല്ലായിട്ടായിരിക്കും കിട്ടുക. പ്രോബബ്ലി ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടൻ സൈഡ്. ഇത് ചിലപ്പോ ആ ഒരു കുഞ്ഞു കല്ല് അത് ചിലപ്പോ അവിടെ എവിടെയെങ്കിലും ഒരു മൗണ്ടന്റെ താഴ്വരയില് അവിടെ എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടായിരിക്കാം. Then came the rain and washed it down to a little valley where it found a mountain stream which pushed it on till they reached a little river. അപ്പോൾ നമ്മുടെ ഗൗരി നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇത് പിന്നീട് അവിടെ ഒരു മഴ പെയ്തു. ആ മഴ പെയ്തതിന് ശേഷം ആ മഴയെത്തുന്ന ഏതെങ്കിലും ഒരു കൈത്തോടിലൂടെ ഒഴുകി അത് പതുക്കെ ഏതെങ്കിലും ഒരു റിവറിൽ എത്തിയിട്ടുണ്ടാവാം. The little river took it to the big river. ആ കുഞ്ഞു നദിയിൽ നിന്ന് അതിന്റെ ട്രിബ്യൂട്ടറിയിൽ നിന്ന് വലിയ ഏതെങ്കിലും ഒരു നദിയിലേക്ക് അതിങ്ങനെ ഒഴുകിക്കൊണ്ട് പോയിട്ടുണ്ടാവും. And all the while it rolled at the bottom of the river and its edges were on away. അതായത് ഇങ്ങനെ ഇത് അതിന്റെ വെള്ളത്തിന്റെ അടിയിൽ കിടന്നല്ലേ ഒഴുകുന്നത്. ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഇതിന്റെ ആ ഒരു കോർണേഴ്സും എല്ലാം തന്നെ അതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടാവാം. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞ്, അതായത് എന്നിട്ട് അതിനൊരു ഷേപ്പ് വന്നിട്ടുണ്ടാകുക. ആ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ഏത് ഷേപ്പാണ് ആ ഒരു ഷേപ്പ് അതിനുണ്ടായിട്ടുണ്ടാവാം. കാര്യം ഇതിന് ഒഴുകി പോകുമ്പോൾ പലയിടത്തും തട്ടി അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇത് അടിച്ചടിച്ച് അതിന്റെ ആ ഒരു മൂർച്ചയുള്ള ഭാഗവും അതെല്ലാം മാറി അതിന് നല്ലൊരു ഷേപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. Thus the rough surface was made smooth and shiny. അങ്ങനെ ആ ഒരു റഫ് സർഫസ് എങ്ങനെ ഒരു സ്മൂത്ത് ആവുകയും അല്ലെങ്കിൽ ഷൈനി നല്ല തിളക്കമുള്ളതും ആയി. സോ ഇറ്റ് ബിക്കെയിം ദ പെബിൾ ദാറ്റ് യു സീ. അങ്ങനെയാണ് ഈ ഒരു പെബിൾ, നീ കാണുന്ന ഈ ഒരു പെബിൾ, ഈ ഒരു വെള്ളാരക്കല്ലായിട്ട് അതിനെ മാറുന്നത്. Somehow the river left it behind and you found it. എങ്ങനെയോ റിവറിന്റെ ഇടയിൽ അല്ലെങ്കിൽ അവിടെ എവിടെയോ പെട്ടു, അവിടെ നിന്ന് നിനക്കത് കണ്ടെടുക്കാനായിട്ട് സാധിച്ചു. If the river had carried it on, it would have become smaller and smaller till at last it became the grain of sand and joined its brothers at the seaside to make a beautiful beach where little children can play and make castles out of the sand. അപ്പോ അങ്ങനെ ഈ കല്ലുകൾ ഒഴുകി ഇപ്പൊ ഇടയ്ക്ക് വെച്ച് നിന്റെ കിട്ടി, പക്ഷെ അത് ഒഴുകി അങ്ങ് പോയിരുന്നുവെങ്കിൽ ഈ കല്ല് വീണ്ടും വലിയ പീസായിരുന്ന കല്ല് ചെറുതായി മണൽ തരിയുടെ അത്രയും ആവുമായിരുന്നു. അതിനുശേഷം അത് സീഷോറിൽ എത്തുമായിരുന്നു, അല്ലെ ബീച്ചിൽ എത്തുമായിരുന്നു. അതവിടെ ആ ബീച്ചിന്റെ ആ ഒരു ഭംഗി കൂട്ടും. ഇങ്ങനെ ധാരാളം കല്ലുകൾ കുഞ്ഞായി ഇങ്ങനെ മണൽ തരിയായിട്ട് മാറുമ്പോൾ, കുഞ്ഞു പീസായിട്ട് മാറുമ്പോൾ അതവിടെ എന്താ പറയുന്ന ആ മണൽ തട്ടിൽ കൂടെ അതങ്ങ് ചേരും. അങ്ങനെ ചേരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനും കുട്ടികൾക്ക് സന്തോഷിക്കാനും ഉള്ള ആ ഒരു സന്ദർഭം അവിടെ അത് വെച്ച് ഉണ്ടാവും. അല്ലെങ്കിൽ ആ ബീച്ചിൽ ഇങ്ങനെ കാസിൽസ് ഉണ്ടാവും, അതായത് ഈ മണലൊക്കെ കൂട്ടി അവർ വീടൊക്കെ വെച്ച് കളിക്കുന്ന ആ ഒരു നിങ്ങളും ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ ഒരു മണലായിട്ട് മാറും. ആ ഒരു വെള്ളാരക്കല്ല് കുഞ്ഞതായി അതൊരു മണൽ തരിയായിട്ട് മാറും. If a little pebble can do so much, how much more could we learn from all the rocks and mountains and many things that we see around us. ഇപ്പോൾ ഈ ഒരു കുഞ്ഞു വെള്ളാരക്കല്ലിന് ഇങ്ങനെ ഒരു കഥ നമ്മളോട് പറയാനുണ്ടെങ്കിൽ ബാക്കിയുള്ള റോക്സിനും മൗണ്ടൻസിനും കല്ലിനും മൗണ്ടൻസിനും എല്ലാം തന്നെ എന്തൊക്കെ കാര്യം നമ്മളോട് പറയാനുണ്ടാവും.
അത് നമുക്ക് ധാരാളമായിട്ട് അവർക്ക് നമ്മളോട് പറയാനുണ്ടാവും. അത് പക്ഷെ അത് നമ്മുടെ നെഹ്റു പറയുന്നത് അതൊക്കെ കേൾക്കണമെങ്കിൽ, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ പ്രകൃതിയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് പറയുന്ന കേൾക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത്ര തന്നെയാണ് ആ ഒരു കഥ. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത് എന്നുള്ള കാര്യം, പിന്നെ പ്രകൃതിയെ എപ്പോഴും നമ്മൾ അടുത്തറിയുക എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഓക്കെ, നമുക്കപ്പോ ക്വസ്റ്റ്യൻസ് നോക്കാം. First question. What is the author trying to tell his daughter? എന്താണ് നമ്മുടെ എഴുത്തുകാരൻ അല്ലെങ്കിൽ നെഹ്റു നെഹ്റു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് പറയാനായിട്ട് നോക്കുന്നത്? എന്താ? പ്രകൃതിയെ പറ്റി. Then എന്തായിരുന്നു? കേട്ടില്ല. ഇവിടെ കട്ടാവുന്നുണ്ടോ? എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ അവിടത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഇത് മനസ്സിലായിരുന്നോ? കഥ മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഓതർ എന്തായിരിക്കും ഇതിൽ പറയാനായിട്ട് നോക്കുന്നത്? പ്രകൃതിയെ പറ്റി മനസ്സിലാക്കാൻ ഇന്ദിര മനസ്സിലാക്കാൻ അയാളുടെ ഡോക്ടർ ഇപ്പൊ പ്രകൃതിയെ പറ്റി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. ഓക്കെ, പ്രകൃതിയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്. അപ്പോൾ the author is trying to tell his daughter about the short accounts of the story of the earth. സ്റ്റോറിയുടെ, അതായത് എർത്തിന്റെ സ്റ്റോറിയാണ് അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. Second question. Nehru says that he cannot have talks with his daughter. Why? ഇപ്പോൾ ഈ സമയത്ത് നെഹ്റുവിന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് നെഹ്റുവിന്റെ അടുത്ത് നെഹ്റു മോളോട് പറയുന്നത് എന്തുകൊണ്ടാ? ഇപ്പോ മോളോട് സംസാരിക്കാൻ പറ്റാറില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നെഹ്റു അലഹാബാദിലായതുകൊണ്ട്. Exactly. Nehru is in Allahabad and his daughter is in Missouri. Okay. ഒരു സെക്കൻഡ് ഞാനൊന്ന് ടൈപ്പ് ചെയ്തോട്ടെ. Okay, about third question. Why did Nehru says that Indira would read about the earth in fat books? എന്തുകൊണ്ടായിരിക്കും നെഹ്റു പറഞ്ഞത് ഇന്ദിര വലിയ തടിമാടൻ ബുക്കുകളിൽ നിന്ന് നമ്മുടെ ഇതിനെ എർത്തിനെ കുറിച്ച് വായിക്കും എന്ന് പറയാൻ കാരണം എന്താ? ഇന്ദിരാഗാന്ധി വലുതായി പഠിക്കാൻ വേണ്ടി ഓരോ ബുക്കുകൾ വായിക്കുന്നതിന് പകരം ഈ പ്രകൃതി അറിയുമ്പോ അത്രയും വലിയ ബുക്കിനെ വായിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചോദിച്ചത്, അതായത് ഈ ഇവിടെ ചോദിച്ചതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ നെഹ്റു പറഞ്ഞു
ഇപ്പൊ വലുതാവുന്ന സമയത്ത് വലിയ തടിമാടൻ ബുക്കുകള് നീ പഠിക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ചോദിച്ചേ? കാരണം പ്രകൃതിയിലെ കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. എന്താ ഋതു കുറച്ചുകൂടെ ഉറച്ചു പറഞ്ഞേ, കേൾക്കാൻ പറ്റുന്നില്ല. കാരണം പ്രകൃതിയിൽ കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടി. പ്രകൃതിയിൽ കുറെ കാര്യമുണ്ട്. പക്ഷെ ഈ തടി ഫാറ്റ് ബുക്സ് അതെന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫാറ്റ് ബുക്സ് പ്രകൃതിയെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. എടാ ആദ്യത്തെ ഞാൻ നോട്ട്സ് തരാം. നോട്ട് ഇപ്പൊ എഴുതാൻ നിൽക്കണ്ട, ഞാൻ ഇത് നോട്ട് ഞാൻ അയച്ചു തരും, പേടിക്കണ്ട. അപ്പൊ അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വലിയ വലിയ ബുക്സ്, അതായത് ജോഗ്രഫിക്കൽ ആയിട്ട്. പറയും. ഒരു സെക്കൻഡ് വെയിറ്റ്. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് ആ തടിയൻ ബുക്സ് എന്നാണ്. അതായത് വേറൊന്നുമല്ല, ഇന്നലെ വലുതാവുന്ന സമയത്ത് നമ്മളിപ്പോ പഠിക്കുന്നില്ലേ, നമ്മളിപ്പോ ഹിസ്റ്ററി, ജോഗ്രഫി ഇതേപോലെയൊക്കെ പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെ അവളും വലിയ ജോഗ്രഫിക്കൽ ബുക്സ് ഒക്കെ വായിക്കും. ജോഗ്രഫിക്കൽ ബുക്സ് ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ബുക്സിനെയാണ് നമ്മൾ തടിയൻ ബുക്സ് എന്ന് പറയുന്നത്. ലൈക്ക് എൻസൈക്ലോപീഡിയ, അതുപോലുള്ള ജോഗ്രഫിക്കൽ ടെക്സ്റ്റ് ബുക്സ്, അതിനെയാണ് നമ്മുടെ നെഹ്റുയുടെ ബുക്സ് ആയിട്ട് പറയുന്നത്, ഫാറ്റ് ബുക്സ് ആയിട്ട് പറയുന്നത്. അതായത് when grow up, Indira would read about the earth from geography textbooks. ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ധാരാളം പഠിക്കും എർത്തിനെ പറ്റി. Moreover, she would know more about the earth from reference books like encyclopedia പോലുള്ള പല ബുക്സിൽ നിന്നും അവർക്ക് ധാരാളമായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, what does Nehru mean by reading the book of nature? എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ബൈ റീഡിങ് ദ ബുക്ക് ഓഫ് നാച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്? അതായത് എന്തുകൊണ്ടാണ് ഇപ്പൊ റീഡിങ് ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന്, അല്ലെ ബുക്ക് ഓഫ് നേച്ചർ എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും നെഹ്റു പറഞ്ഞത് ഈ നാച്ചുറിന്റെ ബുക്കിനെ വായിക്കുക എന്ന് നെഹ്റു പറഞ്ഞതിന്റെ ആശയം എന്താണ്? പ്രകൃതിയെ മനസ്സിലാക്കുക. എന്താ ഋതു പറഞ്ഞേ? പ്രകൃതിയിലെ കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ ബുക്കിലുള്ളതിനെക്കാൾ. പ്രകൃതിയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കണം, അതിനെ ഒബ്സർവ് ചെയ്യണം, അതിനെ കുറിച്ച് കൂടുതൽ അറിയണം. അടുത്ത, അതായത് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ള ആൻസർ, ബൈ റീഡിങ് ദ ബുക്സ് ഓഫ് നേച്ചർ നെഹ്റു മീൻസ് ഒബ്സർവിങ് ആൻഡ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് സീക്രട്ട് ബിഹൈൻഡ് എവറി ഒബ്ജക്റ്റ് ഓഫ് ദ നേച്ചർ. ഈ നേച്ചറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, കുഞ്ഞു കാര്യങ്ങളെ കുറിച്ചുകൂടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതിന്റെ ആൻസർ പറയേണ്ടത് വിൻസി. പിക്ക് ഔട്ട് ദ സെന്റൻസസ് ദാറ്റ് ഷോ നെഹ്റൂസ് ലവ് ഫോർ നേച്ചർ. ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് ഇപ്പൊ നെഹ്റുവിന് നമ്മുടെ നേച്ചറിനോട് ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുന്ന കുറച്ച് വരികൾ കണ്ടുപിടിച്ച്. എല്ലാരും കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. പക്ഷെ വിൻസി പറയുക, എല്ലാരും കണ്ടുപിടിക്കാൻ ശ്രമിക്കണം, വിൻസി പറയണം. കണ്ടുപിടിച്ചോ? വിൻസി കണ്ടുപിടിച്ചോ? പറഞ്ഞേ. പറയ്. സാർ കിട്ടിയില്ല.
കിട്ടിയില്ല. ജ്യോതിക? സാറ് പറഞ്ഞ ഒന്നും എനിക്ക് കേട്ടൂടായിരുന്നു നേരത്തെ. ഇടയ്ക്കിടയ്ക്ക് വിട്ട് കേൾക്കണം. അയ്യോ, ഓക്കെ. അതായത് ഈ നെഹ്റുവിന്റെ സ്നേഹം, അതായത് നേച്ചറിനോട് നെഹ്റുവിനുള്ള ആ ഒരു സ്നേഹത്തെ കാണിക്കുന്ന വരികൾ ഇതിലൊന്ന് കണ്ടുപിടിച്ചെഴുതാനാ പറഞ്ഞത്. അതാണ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിലൊന്ന് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ടെക്സ്റ്റ് എല്ലാം നോക്കാം. അല്ലാതെ ആ പേജ് ഒന്നും മാത്രമല്ല, ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ഞാൻ ഒന്ന് കണ്ടുപിടിച്ചു. ഏതാ പറഞ്ഞേ? ഇന്ദിരാഗാന്ധിയോട് പറയുന്ന ബുക്കിനെക്കാളും നാച്ചുറിനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോ ആ നെഹ്റുവിന് പ്രകൃതിയെ കണ്ട ഭംഗിയുള്ളതാണ്. അപ്പൊ അവൾ അത് നോക്കുമ്പോ അവൾക്ക് അത് കുറെ മനസ്സിലാവുന്നു. പിന്നെ അതിന്റെ ഭംഗികളൊക്കെ നോക്കുമ്പോ മനസ്സിലാവില്ലേ? അപ്പൊ ആ ഇഷ്ടമുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് എവിടെയാ കിടക്കുന്നേ? അതെവിടെ കിടക്കുന്നു? ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? സാർ എന്റെ ടെസ്റ്റ് ഇല്ല. ഞാൻ സാർ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഗൗരി പറഞ്ഞ ആൻസർ ശരിയാണ്. When you grow up, you will read about the story of the earth and her people in the fat books. You will find it more interesting than any other story or anything. അപ്പോ ആ ഒരു ഇത് അവിടെ ആ പറയുന്നത് ആ നെഹ്റുവിന് ഇഷ്ടമുള്ള അതൊരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. വേറെ ഏതെങ്കിലും അറിയാവോ? To be able to read any language, Hindi or Urdu or English, you have to learn its alphabet. So also you must learn this alphabet of nature. Okay. അപ്പോ അത് ആൽഫബറ്റ് ഓഫ് നേച്ചർ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അത് സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു നേച്ചറിന്റെ ആ ഒരു ലാംഗ്വേജ് ആ രീതിയിൽ തന്നെ പറയുന്നത്. റൈറ്റ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അപ്പൊ അതുപോലെ അത് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതണം കേട്ടോ. അതിന് ഞാനൊരു ആൻസർ തരുന്നില്ല, കാര്യം നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള ഓരോരുത്തർ. ഇപ്പൊ ഋതുവിന് കിട്ടിയ ആൻസർ ഒന്നാ, അതുപോലെ ഗൗരിക്ക് കിട്ടിയ ആൻസർ ആണെങ്കിൽ വേറൊന്നാ. അപ്പൊ അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ ഇഷ്ടമുള്ള ഒരു ആൻസർ കണ്ടുപിടിച്ചെഴുതാം. ഏതായാലും പ്രശ്നമില്ല. ഓക്കെ. What are the pages and alphabets of nature according to Nehru? എന്താണ് ഇത് അക്കോർഡിംഗ് ടു നെഹ്റുവിന് ഈ ഒരു ആ ഒരു ബുക്കിന്റെ പേജസും എല്ലാം എന്താണ്? കല്ലുകൾ. അതായത് അക്കോർഡിംഗ് ടു നെഹ്റു, വാട്ട് ഈസ് ആൽഫബറ്റ്സ് ഓഫ് നേച്ചർ, പേജസ് ആൻഡ് ആൽഫബറ്റ്സ്. അതായത് ഈ നേച്ചർ എന്ന് പറയുന്ന ഒരു ബുക്കാണല്ലോ, ആ ബുക്കിലെ പേജസും ആൽഫബറ്റ്സും എന്തൊക്കെയാണ്? അതിൽ പേജസും വേണം, എന്തായാലും എഴുതാനായിട്ട് ആൽഫബറ്റ്സും വേണം. അങ്ങനെയാണെങ്കിൽ ആ ബുക്കിലെ ആ പേജസും ആൽഫബറ്റ്സും എന്തൊക്കെയായിട്ടാണ് നെഹ്റു ഈ കഥയിൽ പറയുന്നത്? പേജുകളായിട്ട് കല്ലിനെ പറയുന്നുണ്ട്. പേജുകളായിട്ട് കല്ലിനെ പറയുന്നുണ്ട്. വേറെ ആൽഫബറ്റ്സ് ആയിട്ട് ആൽഫബറ്റ്സ് ആയിട്ട് റോക്സിനെ പറയുന്നുണ്ട്. റൈറ്റ്, ഓക്കെ. അതായത് മൗണ്ടൻസിനെ പേജുകളായിട്ടും അല്ലെ, അതാണ് ലിറ്റിൽ സ്റ്റോൺസ് ലൈയിങ് ഓൺ ദ റോഡ് ഓർ ദ മൗണ്ടൻ സൈഡ് ആർ ദ പേജസ് ആൻഡ് ആൽഫബറ്റ്സ്. അതായത് ആ ഇത് കല്ലുകൾ, നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാ. ആ കല്ലുകളും അതുപോലെ തന്നെ ആ ഒരു മൗണ്ടൻ സൈഡ്, അതിനെയാണ് ആ ഒരു പേജസ് അല്ലെ റോഡ് സൈഡിൽ കിടക്കുന്ന കല്ലുകളെയൊക്കെയാണ് നമ്മുടെ പേജസ് ആയിട്ടും ആൽഫബറ്റ്സ് ആയിട്ടും നമ്മുടെ നെഹ്റു ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ കണ്ടോ, ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് ഇത് നോക്കാതെ തന്നെ ജസ്റ്റ് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമുക്കിത് കാണാതെ പഠിക്കുന്നത് വേണ്ട കേട്ടോ.
ജസ്റ്റ് കാണാതെ പഠിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ കഥ അറിയാം, അപ്പൊ ഇതിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു 2 വാക്ക് അത് മതി. നമുക്കല്ലാതെ കാണാതെ പഠിച്ച് അതുപോലെ എഴുതണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അത് മനസ്സിലാക്കുക, കഥ അറിഞ്ഞിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറി അറിയുക. ജസ്റ്റ് അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ എഴുതാൻ കണ്ടിട്ടില്ലേ, ഇതിലില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരിക. അപ്പോ പക്ഷെ ആൻസർ ഇതൊക്കെ ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, അത്ര മാത്രം നോക്കിയാൽ. What does Nehru mean by good eyes to see and ears to hear? എന്താണ് നെഹ്റു ഇവിടെ മനസ്സിലാക്കുന്നത്? ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ. ഇപ്പൊ ഇതിനെ മനസ്സിലാക്കാനായിട്ട് നല്ല കണ്ണും കാതും എല്ലാം തുറന്നിരിക്കണം എന്ന് നമ്മുടെ നെഹ്റു ഇവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും നെഹ്റു അങ്ങനെ പറയാനായിട്ട് കാരണം? എന്തായിരിക്കും അങ്ങനെ? നമ്മുടെ കണ്ണും കാതും എല്ലാം തുറന്നു പിടിച്ചിരിക്കണം പ്രകൃതിയെ മനസ്സിലാക്കാനായിട്ട് എന്ന് നമ്മുടെ നെഹ്റു പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും നെഹ്റു അങ്ങനെ പറയാൻ കാരണം? അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ? നെഹ്റു ഈ ഒരു ഗുഡ് ഐസ് ടു സീ, നല്ല ഓപ്പൺ ആയിട്ടുള്ള ഐസ് വേണം, ഇയേഴ്സ് ടു ഹിയർ, കേൾക്കാനുള്ള ചെവി വേണം എന്ന് മോളോട് നെഹ്റു പറയുന്നതിന്റെ മീനിങ് എന്താ? എന്തായിരിക്കും? എന്തായിരിക്കും? പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾ കാണാൻ, പ്രകൃതിയുടെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് വേണം. കീൻ ഒബ്സർവേഷൻ പവർ. അത് കീൻ ഒബ്സർവേഷൻ പവർ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള ആഗ്രഹം, ആ ഒരു ഒബ്സർവേഷൻ സ്കിൽ, പിന്നെ ആ എബിലിറ്റി, ഇൻട്രസ്റ്റ് ടു ഹിയർ, ആ നമ്മൾ എന്ത് കേൾക്കാനുള്ള ആ ഒരു ആഗ്രഹം. പറഞ്ഞേ, ആരോ വിളിച്ചല്ലോ, ആരാ വിളിച്ചേ? ഓക്കെ. അപ്പോ ആ ഒരു എബിലിറ്റിയും പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യവും, ആ ഒരു സൗണ്ട്, അതായത് നാച്ചുറൽ സൗണ്ടിനെ കേൾക്കാനുള്ള ആ ഒരു താല്പര്യവും നമുക്ക് വേണം. ആ ഒരു താല്പര്യത്തെയാണ് ഗുഡ് ഐസ് ടു സീ ആൻഡ് ഇയേഴ്സ് ടു ഹിയർ എന്ന് നെഹ്റുവിടെ ഉദ്ദേശിക്കുന്നത്. അത് കാണാൻ കേൾക്കാനുള്ള ഒരു താല്പര്യം, അത് തന്നെയാണ് സംഭവം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് കുറച്ച് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ടെക്സ്റ്റ് തീരും. ഈ ടെക്സ്റ്റ് തീരും. ഇനി നിങ്ങൾക്ക് എത്ര ടെക്സ്റ്റ് ഉണ്ട്? ഒരു ടെക്സ്റ്റ് കൂടെ ഉണ്ടല്ലേ? അതിൽ എത്ര യൂണിറ്റ് ഉണ്ട്? 2 യൂണിറ്റ് ഉള്ളു. അപ്പൊ അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻ അങ്ങ് തീരും. ഓരോ യൂണിറ്റിലും 3 ചാപ്റ്റർ വെച്ചാണോ ഉള്ളേ? ഓക്കെ. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഇപ്പൊ ഇത് തീർക്കാം, എന്നിട്ടല്ലേ നമുക്ക് അത് ആലോചിക്കണം. ആദ്യം ഇത് നോക്കാം. ഫസ്റ്റ് വൺ, I am afraid I can only tell you very little in these letters of mine. What does the expression I am afraid means? Choose the best option from those given below in the box. Okay. അപ്പൊ നമ്മൾ ഈ എക്സ്പ്രഷൻ എന്താണെന്ന് പഠിക്കുകയാണ്. I am afraid I can only tell you very little in these letters. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മളൊരു നോർമൽ മീനിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു, എനിക്കിത് കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുന്നുള്ളൂ, അങ്ങനെയാണോ? അതോ അതിന് വേറെ ഏതെങ്കിലും ഐ ആം അഫ്രൈഡ് എന്ന് പറയുന്നതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കേണ്ടത്. വാട്ട് ഡസ് ഇറ്റ് മീൻ ഐ ആം അഫ്രൈഡ്? ഐ ആം അഫ്രൈഡ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ഇല്ല, അത് പറയാം. പക്ഷെ അതിനു മുമ്പ് എന്താണ് ഈ ഐ ആം അഫ്രൈഡ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ്, നമ്മുടെ സാധാരണ മനസ്സിലാക്കുന്ന മീനിങ് എന്താ? ഞാൻ പേടിക്കുന്നു. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ആ ബോക്സിൽ നോക്കാം. ഇതിൽ ഏതാണെന്നുള്ള കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്. നെഹ്റു ഈസ് അഫ്രൈഡ് ടു ടെൽ സംതിങ്. നെഹ്റു ആണെങ്കിൽ ഇത് എന്തോ കാര്യങ്ങൾ പറയാനായിട്ട് പേടിക്കുന്നു. നെഹ്റു ഫീൽ ദാറ്റ് ഇന്ദിര വിൽ ബി ഫ്രൈറ്റൻഡ്. ഇത് കേൾക്കുമ്പോൾ ഇന്ദിര
ഇത് കേൾക്കുമ്പോൾ പേടിച്ചു പോകും എന്ന് നെഹ്റുവിന് തോന്നുന്നു. നെഹ്റു is doubtful whether his little will not be sufficient to provide complete information. നെഹ്റു ആലോചിക്കുകയാണ് ഇത് ഈ ലെറ്റർ, ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ലെറ്റർ കൊണ്ട് മാത്രം ഇതിന്റെ ഇൻഫർമേഷൻ മുഴുവനും കൊടുക്കാൻ പറ്റത്തില്ലേ എന്ന് നെഹ്റുവിന് ഡൗട്ടുണ്ട്. അപ്പോൾ ഇതില് മൂന്നില് ഏതായിരിക്കും ഈ ഐ ആം അഫ്രൈഡ് എന്ന്, ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ടെൽ യു വെരി ലിറ്റിൽ ഇൻ ദിസ് ലെറ്റർ ഓഫ് മൈൻ എന്ന് പറയുന്നതിന്റെ മീനിങ് വരുന്നത് എന്തായിരിക്കും? Nehru is Nehru is doubtful whether his doubtful letter is whether not his be letter will not be മൂന്നാമത് ശരിയാണ്. complete. അപ്പോ നമ്മൾ ഈ സെന്റൻസ് കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. ഐ ആം അഫ്രൈഡ് എന്ന് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഒരിക്കലും നമുക്ക് ഞാൻ പേടിക്കുന്നു എന്നല്ല. ഐ ആം ഡൗട്ട്ഫുൾ എന്നുള്ളതിന് നമുക്ക് ഐ ആം അഫ്രൈഡ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. I am afraid, can I go to college tomorrow? I am afraid, can I go to school tomorrow? I am afraid, I can give you only 5 rupees. Or I am afraid, I can give you only only 1 pen. അതായത് അതിനർത്ഥം എനിക്ക് പേടിയാവുന്നു, അല്ലെങ്കിൽ നീ ഇത് കണ്ട പേടിച്ചു പോകും, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. എനിക്കിത് ഡൗട്ടാണ്, എനിക്കിത് നിനക്ക് നാളെ സ്കൂളിൽ വരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ഗിവ് യു ഓൺലി 5 rupees. എനിക്ക് ഡൗട്ടുണ്ട്, എനിക്ക് ഒരു 5 രൂപയായിട്ട് നിനക്ക് തരാൻ പറ്റുള്ളൂ എന്നെനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ട്ഫുൾ എന്ന് പറയുന്നതിനെ നമുക്ക് ഐ ആം അഫ്രൈഡ് എന്നുള്ള ആ ഒരു ഫ്രേസ് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഐ ആം അഫ്രൈഡ്. അപ്പൊ ഇനിയുള്ള സെന്റൻസുകൾ നിങ്ങൾ അത് എഴുതാൻ ശ്രമിക്കുക. ഐ ആം അഫ്രൈഡ് വെച്ചൊരു 4-5 സെന്റൻസ് നിങ്ങൾ എഴുതുക നോട്ടിൽ കേട്ടോ. ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ഡു ദിസ് തിങ്. ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ഡു ഓൺലി ദിസ് തിങ്. അല്ലെങ്കിൽ ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ടെൽ യു ഓൺലി വെരി ലിറ്റിൽ അബൌട്ട് ദിസ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഐ ആം അഫ്രൈഡ് എന്നുള്ള ഒരു, അത് പേടിക്കുന്നു എന്നല്ല, ഡൗട്ട്ഫുൾ എന്നുള്ള ആ ഒരു മീനിങ് മാത്രമാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മൂന്നാമത്തതാണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്, നെഹ്റു ടെൽസ് ദ സ്റ്റോറി ഓഫ് എ pebble. Once upon a time, long ago, the stone was a bit of rock with plenty of edges. And അപ്പോൾ നമ്മൾ ഈ ഒരു കഥ നമ്മൾ നേരത്തെ നോക്കിയതാ. ആക്ച്വലി നമ്മൾ നേരത്തെ ഇത് പഠിച്ചതാ, ആ ഒരു വെള്ളാരക്കല്ലിന്റെ കഥ. അതായത് അത് അവസാനം എന്തോ പുഴയിലൂടെ ഒഴുകി അവസാനം അതൊരു കാസിൽ ഔട്ട് ഓഫ് സാൻഡ്, അതായത് ഒരു സാൻഡ്, ഒരു ബീച്ചിലെത്തും, അത് അവസാനം മണലായിട്ട് മാറും. അത് ഇവിടെ എത്താതിരുന്നുവെങ്കിൽ, നമ്മൾ ആ വെള്ളാരക്കല്ല് എത്താതിരുന്നുവെങ്കിൽ അത് അവസാനം ചെറുതായി അതൊരു കുഞ്ഞ് തരിയായിട്ട് മാറും. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇമാജിൻ ദ പെബിൾ ഈസ് ടെല്ലിങ് ഇറ്റ്സ് ഓൺ സ്റ്റോറി. ഒന്ന് ആലോചിക്കുക, ഈ പെബിൾ, ഈ ഒരു നമ്മുടെ ഈ വെള്ളാരക്കല്ല് തന്നെ സ്വന്തമായിട്ട് അതിന്റെ കഥ പറയുകയാണെന്ന് വെക്കുക. അങ്ങനെയാണ് ഹൗ ബി ദ സ്റ്റോറി, എങ്ങനെയായിരിക്കും ഈ സ്റ്റോറി? യു മേ ബിഗിൻ ലൈക്ക് ദിസ്. വൺസ് അപ്പോൺ എ ടൈം, ലോങ് അഗോ, ഐ വാസ് ബിറ്റ് ഓഫ് എ റോക്ക് പ്ലെന്റി. ഇവിടെ നമ്മൾ പറയുന്നു ലോങ് അഗോ ദ സ്റ്റോൺ വാസ് എ ബിറ്റ് ഓഫ് റോക്ക് വിത്ത് പ്ലെന്റി ഓഫ് എഡ്ജസ്. പക്ഷെ ഇവിടെ പറയുന്നു ഐ വാസ് എ ബിറ്റ് ഓഫ് the rock with plenty of edges and corners. Probably I rested on some mountain side. ഇവിടെ നോക്കിയേ, probably it rested. അപ്പോൾ it, he, she അല്ലെങ്കിൽ they, it എന്നുള്ള അതിന് പകരമല്ല I, ഞാൻ എന്നുള്ള കാര്യം ആകണം. അതായത് അത് നെഹ്റു ആണ് അതിന്റെ കഥ പറഞ്ഞത്. പക്ഷേ what we have to write is I, ഞാനാണ് ഈ കഥ പറയുന്നത്. അതായത് എന്താ അതായത് ആ പെബിൾ, അതെ ആ പെബിൾ കഥ പറയുന്നതായിട്ട് നമ്മൾ ആ കഥ എഴുതണം. എങ്ങനെ എഴുതും? പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. അതായത് ഇവിടെ നമുക്ക് ഓക്കെ, വൺസ് അപ്പോൺ എ ടൈം, ലോങ് അഗോ,
The stone was in Varam. I was a bit of rock with plenty of edges and Korbakilla Sema. Probably I rested. It rested and Varam. Other Gadano Yan Gadan. I rested on some mountain side. Then Then came the rain and washed me down. Right. To the little valley where I Exactly. അപ്പോ ആ ഒരു സംഭവം കാര്യം മനസ്സിലായോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? അപ്പൊ അതിന് വരാം. അപ്പൊ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ അത് ഇന്നത്തെ വർക്കാണ്. ഇത് നിങ്ങൾ ആദ്യം എനിക്കൊന്ന് എഴുതി അയക്കുക. അപ്പോ ഞാനത് കറക്റ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ ഒറിജിനൽ ആൻസർ കൂടെ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് എഴുതി അയക്കണം. കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ വിട്ട് ചെയ്യിക്കുന്നത് കേട്ടോ. കാര്യം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വന്തമായിട്ട് എഴുതി നോക്കണം. അപ്പൊ അതിനെന്തെങ്കിലും കറക്റ്റ് ചെയ്യും. ഏതാ ഇതിന്റെ മുകളിലുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാനൊന്ന് അയച്ചു തരാം. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം. കുഴപ്പമില്ല. വർക്ക് എന്ന് പറയുന്നത് വർക്ക് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാലും പ്രശ്നമല്ല. അതിന് നിങ്ങളിപ്പോ ആദ്യം ഇന്ന് ഇത് ചെയ്യും. അപ്പൊ ഞാൻ രാത്രി എന്നെ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പൊ രാത്രിയോടുകൂടെ ഞാൻ ഇതിനെ ഈ ആൻസറുകൾ മറ്റേ ക്വസ്റ്റ്യന്റെ ആൻസറുകൾ അയച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഈ വർക്ക് ഒന്നിരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. നോട്ട് എഴുതിക്കോ, ടെക്സ്റ്റില് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ എഴുതിക്കോ, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നോട്ട് എഴുതാം കേട്ടോ. എന്നിട്ട് നോട്ടിൽ എഴുതണം. ഇല്ല, കുഴപ്പമില്ല. നോട്ടിൽ എഴുതണമെന്നുള്ളവർക്ക് നോട്ടിൽ എഴുതാം, ടെക്സ്റ്റിൽ എഴുതണമെന്നുള്ളവർക്ക് ടെക്സ്റ്റിൽ എഴുതാം. ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ ഇത്രയും വാരി വലിച്ച് എഴുതണ്ട. നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ആൻസർ മാത്രം എഴുതി. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ആക്ടിവിറ്റി 3. ആൻസർ മാത്രം എഴുതിയത് എങ്ങനെ? അതായത് ആക്ടിവിറ്റി 2 എന്ന് എഴുതിയിട്ട് ആൻസർ എന്ന് എഴുതുക. എന്നിട്ട് അതിന്റെ ആൻസർ അതായത് എങ്ങനെ ഇത്രയും എഴുതുക. ഇത്രയും ക്വസ്റ്റ്യൻ അത് ഇത്രയും എഴുതുക. ഇമാജിൻ ദ ഫാമിലി ഈസ് ടെല്ലിംഗ് ഇറ്റ്സ് ഓൺ സ്റ്റോറി, യു മേ ബിഗിൻ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇതിവിടെ നിന്ന് തുടങ്ങി ബാക്കി സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ചെയ്യുന്നത്. അപ്പൊ ആക്ടിവിറ്റി 3, ദ പ്രസന്റ് വേൾഡ് ഫേസസ് മെനി ത്രെറ്റ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് പല ഇത് ഫേസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യാൻ? ടു പ്രൊട്ടക്ട് അവർ നേച്ചർ. ഇമാജിൻ ദാറ്റ് യുവർ സ്കൂൾ നേച്ചർ ക്ലബ് ഈസ് ഓർഗനൈസിംഗ് an awareness program to protect nature. ഇമാജിൻ ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലുള്ള ആ ഒരു നാച്ചുറൽ ക്ലബ്ബ് നമ്മുടെ സ്കൂളിലുണ്ടോ? ഇല്ലേ? എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ ഉണ്ടെന്ന് വിചാരിച്ചു, ജസ്റ്റ് ഒന്ന് വിചാരിച്ചു. നേച്ചർ ക്ലബ്ബ് ഒരു അവയർനെസ് പ്രോഗ്രാം, എന്തിനു നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം അവര് നടത്തുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട്. അതിലെത്തിക്കുന്നത് പ്രിപ്പയർ എ സ്പീച്ച് ഫോർ ദ ഒക്കേഷൻ. അതിന് നമുക്ക് ഒരു സ്പീച്ച് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ജോലി. എങ്ങനെ സ്പീച്ച് ഉണ്ടാകും? വെൽക്കം ചെയ്യണം. അപ്പോ എങ്ങനെയായിരിക്കും ഫസ്റ്റത്തെ ആ ഒരു തുടക്കം? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ. അപ്പോ who is the speech addressed to? അതാണ്. അപ്പോ നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് സ്പീച്ച് നോക്കിയാണ്. അപ്പോ who is the സ്പീച്ച് അഡ്രസ്? അപ്പൊ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ സല്യൂട്ടേഷൻ? അപ്പൊ ഇത് രണ്ടും ചേർത്തായിരിക്കും നമുക്ക് ആരാണോ
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഫീച്ചേഴ്സ് ഓഫ് സ്പീച്ച് ആണ്. അതിൽ ഫസ്റ്റ് ഹൂ ഇസ് എ സ്പീച്ച് അഡ്രസ് ടു, ആരാണ് അഡ്രസ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ സല്യൂട്ടേഷൻ. ഇത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് റെസ്പെക്ട്, അതാണ്. അതായത് ആരെയാണ് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ മുന്നിലാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അതാണ് ഈ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അവരുടെ മുമ്പിലല്ലേ നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ആരുടെ മുമ്പിലാണ് പറയുന്നതെന്ന്. അപ്പൊ സല്യൂട്ടേഷനും അത് തന്നെയാണ്. ഹൗ വിൽ യു ബിഗിൻ ദ സ്പീച്ച്. നിങ്ങൾ എങ്ങനെ ആ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യും? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇപ്പോ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, as you know, today we are organizing the rally under the auspices of Natural Club in the connection of World Environment Day. അപ്പൊ എൻവയോൺമെന്റ് ഡേയുടെ ഭാഗമായിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നല്ലോ. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ ഒരു സ്പീച്ച് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ആൻഡ് വാട്ട് അബൌട്ട് ദി സ്പീച്ച്. അപ്പൊ ഈ സ്പീച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിന്റെ ഉദ്ദേശത്തിലാണ് നടത്തുന്നത്? ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എൻവയോൺമെന്റൽ ഡേ, എൻവയോൺമെന്റൽ ഡേ ആ രീതിയിൽ പറയാം. You can begin your speech with a quotation which lands you like before. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു കൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആരുടെയെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട്, ഒരു ഗാന്ധിജിയുടെയോ അല്ലെങ്കിൽ നെഹ്റുവിന്റെയോ അതുപോലുള്ള ഒരു കോട്ട് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് ആ വാക്യം കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ആർ ദ ഐഡിയസ് ദാറ്റ് യു വിഷ് ടു കൺവേ. എങ്ങനെയായിരിക്കും നിങ്ങൾ അതില് ആ ഒരു സ്പീച്ചിന്റെ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ അവിടെ പറഞ്ഞ് മനസ്സിലാക്കുക. സീക്വൻസ് യുവർ ഐഡിയാസ് അക്കോർഡിംഗ് ടു ദെയർ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. അപ്പോ ആ ഇതിന്റെ ഓർഡർ, സീക്വൻസ്, എങ്ങനെ നിങ്ങൾ ഒരു സ്പീച്ചിനെ അതിനെ ചിട്ടപ്പെടുത്തി എടുക്കും. ഹൗ വിൽ യു കൺക്ലൂഡ് യുവർ സ്പീച്ച്. എങ്ങനെ നിങ്ങൾ അത് അവസാനിക്കും. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു സ്പീച്ച് ഒരെണ്ണം നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഒരെണ്ണം ഞാൻ അയച്ചു തരാം. അയച്ചു തന്നതിന് ശേഷം അത് നിങ്ങൾ എഴുതുക. എഴുതിയതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് എക്സാമിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് എങ്ങനെ, നമുക്ക് ഒരു സ്പീച്ച് ഞാൻ തരാം, എന്നിട്ട് അതിന്റെ ഓരോ പാർട്ടും എടുത്തിട്ട് എങ്ങനെ തുടങ്ങി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു സ്പീച്ച് ഞാൻ നോട്ടിൽ എഴുതണം. നോട്ടിൽ എഴുതണം. എന്തായിരുന്നു ഹെഡിങ് കൊടുത്തിട്ട് എഴുതണം? സ്പീച്ച് എന്ന് എഴുതിയാൽ മതി. ആക്ടിവിറ്റി 3 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ആക്ടിവിറ്റി 3 എന്ന് എഴുതിയാൽ മതി. അടുത്ത് അപ്പോ അത് അങ്ങനെ ചെയ്യാം. ഇനി ആക്ടിവിറ്റി 4 എന്നതിലില്ല, പക്ഷെ എഡിറ്റിംഗ്. After reading the story of the pebble, Harida, a student of class 6, attempted to write a story of a tree. But there are some other. ഒരു ട്രീയെ കുറിച്ചുള്ള ഒരു കഥയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ കുറെ മിസ്റ്റേക്ക് ഉണ്ട്. എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എഡിറ്റ് ചെയ്യാമല്ലോ. സാർ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അതായത് എഡിറ്റിംഗ് ആണ്. ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഈ തന്നിരിക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതിനെ നമ്മൾ എഡിറ്റ് ചെയ്ത് എഴുതാം. ഓക്കേ സർ. നോക്കാം. ഓക്കെ. Once upon a time, the tree was a seed plant with a gardener. അതായത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് once upon a time, പണ്ടൊരിക്കൽ, a tree was a seed planted
ഡാഷ് വിത്ത് എ ഗാർഡനർ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ഗാർഡനർ ആണ്, അല്ലെങ്കിൽ ഒരു തോട്ടക്കാരനാണ് ആ ഒരു ട്രീയുടെ വിത്ത് അവിടെ പാകിയത്. അപ്പൊ വിത്ത് എ ഗാർഡനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡനറിന്റെ കൂടെ എന്നായി. പക്ഷെ നമ്മൾ ഗാർഡനർ ആണ് അത് ചെയ്തത് എഴുതിയിരിക്കുന്നത്. അപ്പൊ വിത്ത് വരോ അതിന്റെ വേറെ ഏതെങ്കിലും പ്രൊപ്പോസിഷൻ അവിടെ എഴുതാൻ പറ്റും? വേറെ എന്തെഴുതാൻ പറ്റും ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ വിത്തിന് പകരം? ബൈ എ ഗാർഡനർ. ഉത്തരം ബൈ എ ഗാർഡനർ. അപ്പൊ കാര്യം എന്നാ മാത്രമേ നമുക്കവിടെ ഇത് ഗാർഡനർ ആണ് ഇത് നട്ടത് എന്നവിടെ എഴുതാൻ പറ്റും. Rested on the soil till the rain comes. അവിടെ പറയാണ്, ഇതിൽ പറയാണ് ഇതാണെങ്കിൽ മണ്ണിന്റെ പുറത്ത് കിടന്നു എപ്പോഴ് ഇത് മഴ വരുന്നത് വരെ ഇത് മണ്ണിന്റെ പുറത്ത് കിടന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി സീഡ് പുറത്തായിരിക്കും അകത്തായിരിക്കും? എവിടെ ആയിരിക്കും? അകത്ത്. അങ്ങനെയാണെങ്കിൽ അകത്തെന്ന് പറയുമ്പോ ഓണ വരോ വേറെ ഏതെങ്കിലും വരോ? ഡൗട്ട് ഉണ്ടോ? ഋതു ഡൗട്ട് ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. The seed wished to see the outside world. അവർ ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാക്കിന് എന്തോ ഒരു മാറ്റം വരുത്തേണ്ടിയിരിക്കും. എന്തായിരിക്കും അത്? അതായത് ഔട്ട്സൈഡ് വേൾഡ്, വീടിനാണെങ്കിൽ പുറം ലോകം കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ്. പക്ഷെ പുറം ലോകം കാണണം എന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇല്ല, അതായത് വിഷ് കുഴപ്പമില്ല, പക്ഷെ അതിനെന്തോ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളത്. വിഷിന്റെ പാസ്റ്റ് ഫോം എന്തുവാ? പാസ്റ്റ് ടെൻസ്. അതായത് അതിന് കാണണം എന്നുണ്ടായിരുന്നു, അതല്ലാതെ അതിന് കാണണം എന്നല്ലല്ലോ നമ്മൾ പറയുക. അതിന് കാണണം എന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ അത് വിഷ്. It pushed out and sprout. It pushed out and sprout, അതായത് ഒരു മുള, അതിൽ നിന്ന് ഒരു മുള പൊട്ടി വന്നു എന്നാണ്. അപ്പോ and sprout എന്ന് പറയുന്നു. It pushed out a sprout. A-E-I-O-U ആണെങ്കിൽ മാത്രമേ, വവൽസ് ആണെങ്കിൽ മാത്രമേ and ചേർക്കത്തുള്ളൂ. അപ്പോ a sprout. A sprout. From it, two tender green dash peeped out. അതിൽ നിന്ന് രണ്ട് ലീവ്സ് വന്നു, രണ്ട് ഇലകൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ലീവ്, ഒരു ലീഫ് ആണോ വന്നത്? ടു ടെൻഡർ ഗ്രീൻ ലീഫ് പീപ്ഡ് ഔട്ട്. ഓക്കെ, പറഞ്ഞത് ഫ്രം ഇറ്റ് ടു ടെൻഡർ ഗ്രീൻ ലീഫ് പീപ്ഡ് ഔട്ട് എന്നാ ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആവശ്യം രണ്ട് ഇലകൾ വന്നു എന്നാണ്. അപ്പൊ ഇലകൾ എന്നുള്ളതിന് എന്ത് പറയും? ലീവ്സ്. ഋതു കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഋതു ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ടു ടെൻഡർ ഗ്രീൻ ലീഫ് പീപ്ഡ് ഔട്ട് എന്നാ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ടു ടെൻഡർ രണ്ടെണ്ണം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലീഫ് എന്ന് വരോ ലീവ്സ് എന്ന് വരോ? ലീവ്സ് എന്നല്ലേ വരത്തുള്ളൂ. അപ്പോ ലീവ്സ്, അതാണ് അവിടുത്തെ. അടുത്ത, the cool wind touched it hard and sunlight shone upon it. അതെ, കൂൾ വിൻഡ് തലോടി, അത് ഒരു തണുത്ത കാറ്റ് അതിനെ തലോടി, എന്നിട്ട് അതിനോടൊപ്പം സൺലൈറ്റ് വന്നു എന്നാണ്.
അപ്പൊ അത് പാസ്റ്റ് ടെൻസാ വരേണ്ടത്. പക്ഷെ ടച്ച് ഇറ്റ് ഹാർട്സ് എന്നാ, തൊട്ടു എന്ന്, തൊടുന്നു എന്നാ പറയുന്നത്. പക്ഷെ അത് തൊട്ടു എന്നാണ് നമുക്ക് അവിടെ വരേണ്ടത്. അപ്പൊ അങ്ങനെ ടച്ചിന് എന്ത് മാറ്റം വരുത്തേണ്ടി വരും? ടച്ച്ഡ്. ഓ, ടച്ച്. It grew and danced in the breeze. The soil gave it food and water. Breeze. It grew and danced in the breeze. ഇത് അത് വളർന്നു, കാറ്റത്താടി. The soil gave it food and water. പക്ഷെ അതിന്റെ കൂടെ സോയിൽ ആണെങ്കിൽ അതിന് ആഹാരവും വെള്ളവും തന്നു. അപ്പൊ ദാ എന്ന് പറയുന്ന വാക്ക് വരോ, വേറെ ഏതെങ്കിലും വാക്ക് വരോ അവിടെ? അതായത് വെള്ളവും ഇത് കാറ്റ് അതിനെ കാറ്റത്ത് അത് കിടന്നാടി. കൂടാതെ അപ്പൊ അല്ലെങ്കിൽ അതിന്റെ കൂടാതെ സോയിൽ ഗേവ് ഇറ്റ് ഫുഡ് ആൻഡ് വാട്ടർ. സോയില് ഇത് കൊടുത്തു. അപ്പൊ അവിടെ എന്ത് വരും? And the soil gave it food and water. അതായത് ഇത് കാറ്റത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. And soil gave it good and water. ആർത്തു കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്ക് ക്ലിയർ ആവുന്നില്ല. ആ ഒരു ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അപ്പൊ ആൻഡ് ആണ് ഇവിടെ വരെ. എന്റെ അടുത്ത് പറഞ്ഞ് കറക്റ്റാ. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. It grow in strength and spread out its branches. It grow. അതിന്റെ ഇത് it grow എന്ന് പറയും. അതായത് അത് വളരുന്നു, ഇത് in strength and spread out its branches. പക്ഷെ അത് നമുക്ക് ആവശ്യം അത് വളർന്നു എന്നാണ്. അപ്പൊ അതിന്റെ എന്ത് മാറ്റം വരാം? എന്താ? ഗ്രോസ് തെറ്റാണ്. ഋതു പറഞ്ഞ ആൻസർ പറഞ്ഞത് ഗ്രീവ്, GREW. അതാണ് അതിന്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് GREW, ഗ്രീവ്. It gave shade and people take rest under it. ആളുകള് ഇപ്പൊ ഇതിന് മീനിങ് വരേണ്ടത് it gave shade and, അതാണ് തണല് തരുന്നു. അപ്പോ ആളുകൾ അതിന്റെ അടിയിൽ വന്ന് നിന്ന് തണൽ കൊണ്ടു എന്നാണ് പറയേണ്ടത്. പക്ഷെ ടേക്ക് എന്ന് നടക്കുന്നത്. ടേക്കിന് പകരം അവിടെ എന്ത് വരാൻ പറ്റും? റൈറ്റ് ആൻസർ. അതാണ് പാസ്റ്റ് ഫോം. പാസ്റ്റ് ഫോം അതായത് ഇറ്റ് ഗേവ് ഷെയ്ഡ് ആൻഡ് പീപ്പിൾ ടേക്ക് റെസ്റ്റ് അണ്ടർ ഇറ്റ് എന്നാ അതിൽ കിടക്കുന്നത്. അതായത് ആളുകൾ വന്ന് തണൽ കൊള്ളും അല്ലെങ്കിൽ കൊള്ളുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി തണൽ കൊണ്ടു എന്നാണ് നമുക്ക് അവിടെ മീനിങ് ആവശ്യം. അപ്പൊ അങ്ങനെയാണ് ടേക്കിന് പകരം എന്ത് വേർഡ് വരും നോക്കുക. അതിന്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. കാര്യം ഇതെന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു പാരഗ്രാഫ് ആണ്. അപ്പൊ അതിനെ നമ്മള് ഒരിക്കലും നമുക്ക് പ്രസന്റ് ടെൻസിൽ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടേക്കിന് പകരം ടു. മനസ്സിലായോ? അപ്പോ അത് തന്നെയാണ് നിങ്ങൾക്ക് ഉള്ള ആ ഒരു വർക്ക്.